നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. കയ്പമംഗലം കൂരിക്കുഴിയിൽ വീടിന് നേരെ ആക്രമണം. രാത്രി 10 മണിയോടെ ഒരാൾ മരവടിയുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീടിന്റെ 3 ജനൽപ്പാളികൾ അടിച്ചു തകർക്കുകയായിരുന്നു. കുഴൂർ ബ്ലോക്ക് ഡിവിഷനിലെ ഇടതു സ്ഥാനാർത്ഥി തോമസ് പുളിക്കലിന് സ്കൂട്ടർ അപകടത്തിൽ പരിക്ക്. റോഡരികിൽ വീണുകിടന്നിരുന്ന തോമസിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മുച്ചിരി കൾച്ചറൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നു. മുച്ചിരി ഓർഗനൈസേഷൻ കൊടുങ്ങല്ലൂരിലെ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന 200-ൽ പരം ശ്രദ്ധേയ വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മ. വാർത്തകൾ വിശദമായി. കയ്പമംഗലം കൂരിക്കുഴിയിൽ വീടിനു നേരെ ആക്രമണം. കൂരിക്കുഴി ഫാറൂഖ് റോഡിൽ കുന്നുങ്ങൽ അബ്ദുൾ മുത്തലിബിന്റെ വീടിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. മുത്തലിബ് ബൈക്കിൽ പോകവേ കൂരിക്കുഴി പള്ളിക്ക് സമീപത്തെ റോഡിൽ വെച്ച് ചാമക്കാല സ്വദേശിയായ യുവാവിന്റെ കാറിൽ ബൈക്ക് ഉരസിയെന്നാരോപിച്ച് തർക്കമുണ്ടായിരുന്നു. ഇതിനുശേഷം ഇയാൾ വലിയ മരവടിയുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീടിന്റെ 3 ജനൽപ്പാളികൾ അടിച്ചു തകർക്കുകയായിരുന്നു. സംഭവ സമയം വീടിനകത്ത് 9 മാസം പ്രായമുള്ള കുഞ്ഞടക്കമുണ്ടായിരുന്നു. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കുഴൂർ ബ്ലോക്ക് ഡിവിഷനിലെ ഇടതു സ്ഥാനാർത്ഥി തോമസ് പുളിക്കലിന് സ്കൂട്ടർ അപകടത്തിൽ പരിക്ക്. കുഴൂർ സ്കൂളിന് സമീപത്തായി റോഡരികിൽ വീണുകിടന്നിരുന്ന തോമസിനെ നാട്ടുകാർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മുഖത്തുള്ള അസ്ഥികൾ പല സ്ഥലങ്ങളിലും പൊട്ടിയ അവസ്ഥയിലാണ്. കുഴൂർ സ്കൂളിന് സമീപത്തായി റോഡരികിൽ വീണുകിടന്നിരുന്ന തോമസിനെ നാട്ടുകാർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്താണ് അപകടത്തിന് കാരണമെന്നിനിയും വ്യക്തമായിട്ടില്ല. അപകടത്തിൽ തോമസിന് മുഖത്തും കണ്ണിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽ മുഖത്തുള്ള അസ്ഥികൾ പല സ്ഥലങ്ങളിലും പൊട്ടിയ അവസ്ഥയിലാണ്. പരിക്കേറ്റ തോമസിനെ ആദ്യം മാളയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. വിദഗ്ധ ഡോക്ടർ പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് സർജറി വേണമോ എന്നുള്ള കാര്യം തീരുമാനമാവുകയുള്ളൂ. തോമസിന് ഒരാഴ്ചയെങ്കിലും വിശ്രമം വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. മീഡിയ ടൈം, മാള. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന കൊടുങ്ങല്ലൂരിലെ 200-ൽ പരം ശ്രദ്ധേയ വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മയായ മുച്ചിരി ഓർഗനൈസേഷൻ സംഘടനയുടെ ഉദ്ഘാടനം നടന്നു. മാധ്യമപ്രവർത്തകനും സിനിമാ പ്രവർത്തകനുമായ ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഇവിടെ വന്നാൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഒരു റെഗുലറായിട്ട് ശ്രീകാളീശ്വരി തിയേറ്ററിലും SN തിയേറ്ററിലും വരുന്ന എല്ലാ പടങ്ങളും കാണും. ശ്രീകാളീശ്വരി തിയേറ്ററിന് ഓപ്പോസിറ്റിൽ മാരാരുടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ പോയി മസാല ദോശ തിന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ ചെണ്ടകൊട്ട് അവിടെ പടം തുടങ്ങുന്നത്. നിങ്ങൾക്കൊക്കെ പലർക്കും അറിയാമായിരിക്കും, അറിയില്ലായിരിക്കും. ചെണ്ട കൊട്ടിയിട്ടാണ് ഇങ്ങനെ പടം തുടങ്ങാൻ പോകുന്നുള്ളത് അവർ അനൗൺസ് ചെയ്യുക. അതായത് 2-3 പേര് ഇന്ന് ചെണ്ട കൊട്ടും. അപ്പോൾ നമ്മൾ ഒന്ന് ടിക്കറ്റ് വാങ്ങി പോയിരിക്കും. അതിൽ ശ്രീകാളീശ്വരി തിയേറ്ററിന് വരുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും. കാരണം എപ്പോഴും അതിൻ്റെ ഉടമസ്ഥൻ അത് വന്ന് ഓരോ സ്ക്രീനിൻ്റെ മുമ്പിലും വന്ന് അദ്ദേഹം സ്ക്രീൻ തൊഴും. അപ്പോഴാണ് ശ്രീകാളീശ്വരി ദേവിയുടെ പടം ഉണ്ടാവുക. അങ്ങനെയാണ് പടം ആരംഭിക്കുക. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഓർമ്മയിൽ വളരെ എന്താ പറയുക, ദ റെച്ച്ഡ് ഇൻ മൈ മെമ്മറി. നിങ്ങളിൽ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, വാൾട്ടർ ബെഞ്ചമിൻ്റെ ഒരു വളരെ പ്രഖ്യാതമായ ഒരു എസ്സേ ഉണ്ട്, ആർട്ട് ഇൻ ദി ഏജ് ഓഫ് മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ. ആർട്ട് ഇൻ ദി ഏജ് ഓഫ് മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ. അതായത് കല. ഡാവിഞ്ചി സുരേഷ് അധ്യക്ഷനായി. സെക്രട്ടറി നന്ദകുമാർ തോട്ടത്തിൽ, കമൽ, മുസിരിസ് MD ഷാരോൺ, ധ്രുവൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ കവിത ബാലകൃഷ്ണൻ ആർട്ടിസ്റ്റ് മാധവ മേനോനെയും ആർട്ടിസ്റ്റ് നാരായണ മേനോനെയും അനുസ്മരിച്ചു. ചിത്രരചനയിൽ സമ്മാനിതരായ കുട്ടികൾക്ക് പ്രസിഡന്റ് ഡാവിഞ്ചി സുരേഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മാള പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ട് അതൊക്കെ തള്ളി മാറ്റി നിങ്ങളിവിടെ ജയിച്ചു വരണം. അതാണ് എൻ്റെ ആവശ്യം. വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല, കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളുണ്ട്, മിടുക്കികളാണ്. വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും മിടുക്കന്മാരാണ്. നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സാജനെ വൻ ഭൂരിപക്ഷത്തോട് ജയിപ്പിക്കുന്നതോടൊപ്പം
വാർഡിലെയും ബ്ലോക്കിലെയും സ്ഥാനാർത്ഥികൾ ജയിച്ചു വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രാഷ്ട്രീയമൊക്കെ ഇവിടെ ജയിച്ചു പറഞ്ഞു. ഇനിയും ഉള്ള നേതാക്കന്മാർ പറയാനുണ്ട്. അതിൽ കൂടുതൽ രാഷ്ട്രീയം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നമ്മുടെ സ്ഥാനാർത്ഥികൾക്കും നേതാക്കന്മാർക്കും നൽകിക്കൊണ്ട് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. മണ്ഡലം പ്രസിഡന്റ് ജിയോ ജോർജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് OJ ജനീഷ്, DCC ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ്, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഡേവിസ് പാറേക്കാട്ട്, ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, PD ജോസ്, മുഹിയുദ്ദീൻ, ഹാജി, സാജൻ കൊടിയൻ, പീറ്റർ പാറേക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ഐക്യജനാധിപത്യ മുന്നണി കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ വിജയമാണ്. ഘടകക്ഷികളുമായിട്ട് ഒരു പരാതിയില്ല, വളരെ സൗഹാർദ്ദപരമായിട്ടാണ്. ഇനിയും നമുക്ക് തീരുമാനിക്കേണ്ടത് നിർത്തിയ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. നിർത്തിയ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നത് ഒരു അഭ്യർത്ഥനയല്ല, അത് നമുക്കൊരു വാശിയായിട്ട് എടുക്കണം എന്ന് ആദ്യം അഭ്യർത്ഥിക്കുക. കാരണം കഴിഞ്ഞ 2 വർഷക്കാലം 10 വർഷത്തോളമാണ്. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. UDF തൃശൂർ ജില്ലാ കൺവീനർ KR ഗിരിജൻ, MLA സനീഷ് കുമാർ ജോസഫ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PM ഏലിയാസ്, സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, ജോയ് ചെമ്പകശ്ശേരി, ബൈജു അറക്കൽ, രഞ്ജിത്ത് കൈപ്പിള്ളി, വർഗീസ്, PK അരുൺ, VR രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ ഒരുക്കിയ ബഹുനില പന്തലിന്റെ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നടത്തി. ക്ഷേത്ര മൈതാനിയിൽ കൂടിയവരിൽ പ്രായം കുറഞ്ഞ കൊടകര സ്വദേശികളായ ഇവ റോസും എറിൻ റോസും ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പന്തൽ കമ്മിറ്റി ചെയർമാൻ PR പ്രസാദൻ, ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ IK കൃഷ്ണകുമാർ, കൺവീനർ NV ബിജു, ട്രഷറർ ദിനേശ് പരമേശ്വരൻ, പബ്ലിസിറ്റി കൺവീനർ പ്രഭൻ മുണ്ടക്കൽ, ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് D നിർമ്മൽ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം കൂരിക്കുഴിയിൽ വീടിന് നേരെ ആക്രമണം. രാത്രി 10 മണിയോടെ ഒരാൾ മരവടിയുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീടിന്റെ 3 ജനൽപാളികൾ അടിച്ചു തകർക്കുകയായിരുന്നു. പുഴൂർ ബ്ലോക്ക് ഡിവിഷനിലെ ഇടതു സ്ഥാനാർത്ഥി തോമസ് പുളിക്കലിന് സ്കൂട്ടർ അപകടത്തിൽ പരിക്ക്. റോഡരികിൽ വീണുകിടന്നിരുന്ന തോമസിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മുച്ചിരി കൾച്ചറൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നു. മുച്ചിരി ഓർഗനൈസേഷൻ കൊടുങ്ങല്ലൂരിലെ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന 200-ൽ പരം ശ്രദ്ധേയ വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.